എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. നിങ്ങൾ ഈ ഒരു തെറ്റ് ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒന്നും കയറാത്തത്. ഈ തെറ്റ് നിങ്ങൾ തിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും യൂട്യൂബിൽ അടിച്ചങ്ങനെ കയറും. ഞാൻ ഇത്രയും കാലം ഈ തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് വ്യൂസ് സബ്സ്ക്രൈബ് കയറാണ്ടിരുന്നതെന്ന് എനിക്ക് ഈ തെറ്റ് തിരുത്തിയതിന് ശേഷം നന്നായിട്ട് മനസ്സിലായി. കാരണം എൻ്റെ ഇപ്പോഴത്തെ വീഡിയോസിനൊക്കെ അത്യാവശ്യം റീച്ചും ഇതൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് വീഡിയോ ഇടുന്ന സമയത്ത് ഈ തെറ്റ് ചെയ്തിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു 100 സബ്സ്ക്രൈബ് ഉള്ള എൻ്റെ ചാനൽ പെട്ടെന്ന് ഇപ്പോൾ 282 സബ്സ്ക്രൈബേഴ്സ്. ഇങ്ങനെ മെല്ലെ മെല്ലെ പടപടയെന്ന് കയറുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ തെറ്റ് ഞാൻ തിരുത്തിയിട്ടാണ് ഇപ്പോൾ മുതൽ വീഡിയോ ഇടുന്നത്. ഞാൻ അത് മറ്റൊരു യൂട്യൂബ്സിന് മാതിരി വലിച്ചു നീട്ടുന്നില്ല. ഞാൻ ജിമിനിയിൽ ഇട്ടിട്ട് കേൾപ്പിച്ച് തരാം മലയാളത്തിൽ. നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയുക. എന്താ വെച്ചാൽ ഈ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് നമ്മൾ കൃത്യമായിട്ട് മെയിനായിട്ട് പറയാൻ പോണത്. ഇതൊക്കെ അറിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും യൂട്യൂബിൽ വൃത്തിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ എന്താ വലിച്ചു നീട്ടുള്ള മറ്റേ യൂട്യൂബ്സിന് മാതിരി ഞാൻ എന്തായാലും കേൾപ്പിച്ച് തരാം. നോക്കിക്കോ. യൂട്യൂബ് സൃഷ്ടാക്കൾ യൂട്യൂബ് കമ്മ്യൂണിറ്റി മാർഗനിർദ്ദേശങ്ങളും യൂട്യൂബ് സേവന നിബന്ധനകളും പാലിക്കണം. നിരോധിത ഉള്ളടക്കത്തിൽ വിദ്വേഷ പ്രസംഗം, പീഡനം, ഗ്രാഫിക് അക്രമം, അപകടകരമായ പ്രവർത്തനങ്ങൾ, നഗ്നത എന്നിവ ഉൾപ്പെടുന്നു. കൂടാതെ സംഗീതവും ക്ലിപ്പുകളും ഉൾപ്പെടെ അപ്ലോഡ് ചെയ്ത എല്ലാ ഉള്ളടക്കവും ഒറിജിനൽ ആയിരിക്കണം, അല്ലെങ്കിൽ പകർപ്പവകാശ നിയമങ്ങൾ പാലിക്കുന്നതിന് വ്യക്തമായ അനുമതിയോടെ ഉപയോഗിക്കണം. കോർ അപ്ലോഡ് നയങ്ങളും നിയന്ത്രണങ്ങളും. 1. പകർപ്പവകാശവും ഉള്ളടക്ക ഐഡിയും. നിങ്ങളുടെ അപ്ലോഡിലെ വീഡിയോ, സംഗീതം അല്ലെങ്കിൽ ഇമേജറി ഉപയോഗിക്കുന്നതിനുള്ള അവകാശങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അനുമതി ഉണ്ടായിരിക്കണം. പ്രസിദ്ധീകരണത്തിന് മുമ്പ് പകർപ്പവകാശ ലംഘനത്തിനായി സ്കാൻ ചെയ്യുന്ന ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം യൂട്യൂബ് ഉപയോഗിക്കുന്നു. 2. കമ്മ്യൂണിറ്റി മാർഗനിർദ്ദേശങ്ങൾ. അപകടകരമായ പ്രവൃത്തികൾ, സ്വയം ഉപദ്രവിക്കൽ, വിദ്വേഷ പ്രസംഗം അല്ലെങ്കിൽ ലൈംഗികത പ്രകടമാക്കുന്ന വസ്തുക്കൾ എന്നിവ അടങ്ങിയ ഉള്ളടക്കം കർശനമായി നിരോധിച്ചിരിക്കുന്നു. തംബ്നെയിലുകളും കുട്ടികളുടെ സുരക്ഷയും സംബന്ധിച്ച നിയമങ്ങൾ കോപ്പ സൃഷ്ടാക്കൾ പാലിക്കണം. 3. നിയന്ത്രിത സാധനങ്ങൾ, നിയമവിരുദ്ധ പ്രവൃത്തികൾ, തോക്കുകൾ, മയക്കുമരുന്നുകൾ എന്നിവയുടെ വിൽപ്പന, ലൈസൻസില്ലാത്ത മെഡിക്കൽ സേവനങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതോ വിശദീകരിക്കുന്നതോ ആയ അപ്ലോഡുകൾ നിരോധിച്ചിരിക്കുന്നു. 4. ധനസമ്പാദന മാനദണ്ഡങ്ങൾ. നിങ്ങൾ യൂട്യൂബ് പങ്കാളി പ്രോഗ്രാമിൽ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോകൾ പരസ്യദാതാവിന് അനുയോജ്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. ഉദാഹരണം: അമിതമായ അശ്ലീലം അല്ലെങ്കിൽ വിവാദ വിഷയങ്ങൾ ഒഴിവാക്കൽ. നടപ്പിലാക്കലും പിഴകളും. പകർപ്പവകാശ സ്ട്രൈക്കുകൾ. ഒരു അവകാശ ഉടമ സാധുവായ പകർപ്പവകാശ നീക്കം ചെയ്യൽ നോട്ടീസ് പുറപ്പെടുവിച്ചാൽ നിങ്ങളുടെ വീഡിയോ നീക്കം ചെയ്യപ്പെടുകയും നിങ്ങൾക്ക് ഒരു സ്ട്രൈക്ക് ലഭിക്കുകയും ചെയ്യും. 90 ദിവസ കാലയളവിൽ 3 സ്ട്രൈക്കുകൾ ഉണ്ടായാൽ ചാനൽ അവസാനിപ്പിക്കപ്പെടും. കമ്മ്യൂണിറ്റി മാർഗനിർദ്ദേശ സ്ട്രൈക്കുകൾ. പ്ലാറ്റ്ഫോമിന്റെ സുരക്ഷാ നയങ്ങളുടെ ലംഘനത്തിന് ഒരു മുന്നറിയിപ്പും തുടർന്ന് ഫീച്ചർ പരിമിതികളും സ്ട്രൈക്കുകളും ലഭിക്കും. 90 ദിവസത്തിനുള്ളിൽ 3 സ്ട്രൈക്കുകൾ ചാനൽ സ്ഥിരമായി ഇല്ലാതാക്കുന്നതിന് കാരണമാകും. കൂടുതൽ പര്യവേക്ഷണം. യൂട്യൂബ് കമ്മ്യൂണിറ്റി മാർഗനിർദ്ദേശ നിർവഹണ റിപ്പോർട്ട് ഉപയോഗിച്ച് നിർദ്ദിഷ്ട മെട്രിക്കുകളും പ്രവർത്തനങ്ങളും അവലോകനം ചെയ്യുക. പകർപ്പവകാശ ഉപകരണങ്ങളിൽ അവകാശ ഉടമകൾക്കും യഥാർത്ഥ സൃഷ്ടാക്കൾക്കുമുള്ള ഉള്ളടക്ക പരിരക്ഷകളെക്കുറിച്ച് അറിയുക. ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ കുറച്ച് ലോങ് ആയി എന്ന് എനിക്ക് അറിയുന്നുണ്ട്. പക്ഷേ ഇത് ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എത്ര തെറ്റാണ് അത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് എന്ന്. ഇതേ രീതിയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം റീച്ച് കിട്ടും. നിങ്ങൾ യൂട്യൂബിൽ പോയിട്ടോ അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ടോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇനി യൂട്യൂബ് അപ്ലോഡിങ് വീഡിയോസ് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.